1986 ഫെബ്രുവരി 8 കോട്ടയത്ത് നടന്ന ആഘോഷകരമായ ഒരു കുർബാനയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അൽഫോൺസാമ്മയെ വാഴ്ത്തപ്പെട്ടവളെ പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൺസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനം പള്ളിയും അൽഫോൺസാമ്മയുടെ ഖബറിടവും ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെയാണ്. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈരാറ്റുപേട്ട വഴി പോകുന്ന വണ്ടിയിൽ ഭരണങ്ങാനം എന്ന് ബോർഡ് കാണാൻ പറ്റും. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരണങ്ങാനം പള്ളിയുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റും. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു ഭരണങ്ങാനം പള്ളി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ അൽഫോൺസാമ്മയുടെ ഖബറിടം ഉണ്ട്, അൽഫോൺസാമ്മയ്ക്ക് തിരുവസ്ത്രം കിട്ടിയ പള്ളിയുണ്ട്, പിന്നെ അൽഫോൺസാമ്മ താമസിച്ചിരുന്ന മഠം കാണാൻ പറ്റും. അവിടെ അൽഫോൺസാമ്മയുടെ മ്യൂസിയം ഉണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് അൽഫോൺസാമ്മയുടെ ഖബറിടത്തിലേക്കാണ്. അൽഫോൺസാമ്മയുടെ ഖബറിടം നിൽക്കുന്ന ഒരു സ്ഥലം കുറച്ച് ഉയരത്തിലാണ്. 2 വഴികളിലൂടെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാം. ഒന്ന് ഈ കാണുന്ന റോഡ് വഴിയും അല്ലാതെ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റും. സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഖബറിടത്തിന്റെ മുകളിൽ വരെ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവഴി വാഹനങ്ങളിൽ ഖബറിടത്തിന്റെ മുന്നിലായിട്ട് വരെ നമുക്ക് ചെന്നിറങ്ങാൻ പറ്റും. ഇതുവഴി എങ്ങനെ ഖബറിടത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുവഴി വന്നത്. നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിന്റെ മുന്നിൽ കൂടെ ഖബറിടത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതുവഴി പോയാൽ മാത്രമേ ആ ഒരു ഖബറിടത്തിന്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അൽഫോൺസാമ്മ സഫാ വസ്ത്രം സ്വീകരിച്ച് വൃദ്ധ വാഗ്ദാനം നൽകിയ പള്ളിയാണത്. നമ്മളിവിടെ ഇപ്പോഴേ കയറില്ല, മുകളിലുള്ള പള്ളിയിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ആ ഒരു ചർച്ചിൽ കയറാൻ പോകുന്നത്. ചർച്ച് മാത്രമല്ല, അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ അൽഫോൺസാമ്മ ഉപയോഗിച്ചിട്ടിരുന്ന കട്ടിലും തിരുവസ്ത്രവും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ആ മുകളിൽ കാണുന്ന ഒരു സ്ഥലത്താണ് അൽഫോൺസാമ്മയുടെ ഖബറിടം ഉള്ളത്. നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം, അവിടുത്തെ കാഴ്ചകൾ കാണുകയും ചെയ്യാം. അത് മാത്രമല്ല, ആ ഒരു ഖബറിടത്തിന്റെ പിറകിലായിട്ട് തന്നെ ഒരു ഗ്രോട്ടയുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അൽഫോൺസാമ്മയുടെ ഖബറിടമുള്ള പള്ളിയുടെ ഉൾവശമാണത്. ഇനി ഇവിടെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രോട്ടോ കാണിച്ചു തരാം. യേശുവിന്റെ കുരിശുതറച്ച രൂപവും വിശുദ്ധ കന്യകമറിയവും വിശുദ്ധ അൽഫോൺസാമ്മയൊക്കെ നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഭരണങ്ങാനം പള്ളിയിലേക്ക് വരുന്നവർ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകുന്നവർ കാണില്ല. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്.
ഇതിവിടുത്തെ ഒരു ഓഫീസ് ഏരിയ പോലെയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുമ്പസരിക്കാം, അതേപോലെ അടിമ സമർപ്പണം, പിന്നെ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടുത്തെ അച്ഛന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ബ്ലെസ്സിംഗ് ഒക്കെ മേടിക്കണമെങ്കിൽ അതും, പിന്നെ നൊവേനയ്ക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. പിന്നെ ഈ ഭക്തവസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, നേർച്ചയപ്പം, എണ്ണ, മെഴുകുതിരി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ, അതുപോലെ ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കുർബാനയുടെ സമയം കൊടുത്തിട്ടുണ്ട്. ബുധനാഴ്ചകളിൽ നൊവേന പ്രാർത്ഥനയുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 6:15 ജപമാല പ്രദക്ഷിണ പ്രാർത്ഥനയുണ്ട്. ഇവിടുത്തെ താമസ സൗകര്യത്തിന്റെയും പിന്നെ ക്യാൻറ്റീൻ്റെ ഒക്കെ കോൺടാക്ട് നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ തന്നെയുള്ള ഒരു ഷോപ്പാണിത്. ഇവിടെ നമുക്ക് ബൈബിള്, കൊന്ത, ഫോട്ടോസ്, രൂപങ്ങൾ, പിന്നെ കീ ചെയിൻ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കിട്ടും. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അൽഫോൺസാമ്മ വ്രതവാഗ്ദാനം നൽകുകയും തിരുവസ്ത്രം സ്വീകരിക്കുകയൊക്കെ ചെയ്തൊരു പള്ളിയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ആ ഒരു പള്ളി കണ്ടിരുന്നു. ആ പള്ളിയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, അതും കാണാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന പലർക്കും അറിയാതെ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അൽഫോൺസാമ്മ താമസിച്ചിരുന്ന ഒരു മഠവും അതേപോലെ അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇതാണ് അൽഫോൺസാമ്മ തിരുവസ്ത്രം സ്വീകരിച്ച ചർച്ച്. ഈ കാണുന്നത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുശേഷിപ്പിൻ്റെ പ്രതിഷ്ഠയാണ്. ഈ ഒരു പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ നമുക്കൊരു കുരിശ് കാണാൻ പറ്റും. അതിൻ്റെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഗ്രോട്ടയുണ്ട്, മാതാവിൻ്റെയാണ്. ഇനി കാണാനായിട്ട് പോകുന്നത് സെയിൻറ്റ് അൽഫോൺസ മ്യൂസിയം ആണ്. ഇതിവിടെ മ്യൂസിയത്തിൽ തന്നെയുള്ള ഒരു ആഡിയോ വിഷ്വൽ ഗാലറിയാണ്. ഇത് ശനിയും ഞായറും അവധിയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റില്ല.
അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അൽഫോൺസാമ്മയുടെ മഠവും മ്യൂസിയവുമാണ്. എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ വരുന്ന പല ആൾക്കാർക്കും ഇങ്ങനൊരു മഠവും മ്യൂസിയം ഉള്ള കാര്യം അറിയില്ല. കാരണം ഈ പള്ളിയുടെ മുന്നിലത്തെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് മാറിയിട്ടാണ് ഈ ഒരു മഠവും മ്യൂസിയം ഉള്ളത്. ഇവിടെ വരുന്നവർ ഈ ഒരു സ്ഥലം കാണാതെ പോകരുത്. കാരണം അൽഫോൺസാമ്മ താമസിച്ചിരുന്ന മഠമാണ്. ഇവിടുത്തെ മ്യൂസിയത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു മ്യൂസിയം പോലെയല്ല, അൽഫോൺസാമ്മ ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അൽഫോൺസാമ്മ ഉപയോഗിച്ചിരുന്ന കട്ടില്, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, വായിച്ചുകൊണ്ടിരുന്ന ബുക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. വിശുദ്ധ അൽഫോൺസാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലാണത്. വിശുദ്ധ അൽഫോൺസാമ്മയ്ക്ക് ചാവറ അച്ഛൻ പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. വിശുദ്ധ അൽഫോൺസാമ്മയുടെ കല്ലറയുടെ ആദ്യത്തെ സ്ലാബാണിത്. സിമെന്റ് സ്ലാബാണ്. വിശുദ്ധ അൽഫോൺസാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പായയാണ് ഈ കാണുന്നത്. ഈ ഒരു മ്യൂസിയത്തിൽ അൽഫോൺസാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അൽഫോൺസാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ, അതേപോലെ അൽഫോൺസാമ്മയുടെ കല്ലറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും, പിന്നെ അൽഫോൺസാമ്മയുടെ കാലത്തെ കുറേ ചിത്രങ്ങളും, പിന്നെ വിശുദ്ധ അൽഫോൺസാമ്മയുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളും, അത് എഴുതിയ ആൾക്കാരുടെ വിവരങ്ങളും എല്ലാം ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും കത്തോലിക്ക സഭയുടെ പള്ളികളും പള്ളിയിലെ പെരുന്നാൾ ദിവസത്തെ കാഴ്ചകളും പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പള്ളികളിലെയൊക്കെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തെ പറ്റി നിങ്ങൾ കമൻറ്റിൽ പറയാമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഞങ്ങൾ വീഡിയോ ചെയ്യും.